ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞു അല്ലേ. ട്രാൻസിസ്റ്ററിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫയർ ആണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ട്, കോമൺ കളക്ടർ, കോമൺ ബേസ് ആംപ്ലിഫയർ. ഇത് കൂടാതെ വോൾട്ടേജ് ആംപ്ലിഫയർ, കറണ്ട് ആംപ്ലിഫയർ, സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ, ക്ലാസ് എ ആംപ്ലിഫയർ, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, അങ്ങനെ പലതരത്തിലുള്ള ആംപ്ലിഫയറുകളുണ്ട്. അപ്പോൾ ഈ ആംപ്ലിഫയറുകൾക്ക് എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആംപ്ലിഫയർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ആംപ്ലിഫയർ. ഇനി ഈ ക്ലാസിഫിക്കേഷനിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലീനിയർ ആംപ്ലിഫയേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ മോഡ് ഓഫ് ഓപ്പറേഷൻ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അക്കോർഡിംഗ് ടു ദെയർ മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തിനെ? നമ്മുടെ ആംപ്ലിഫയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയാൻ വെച്ചാൽ ദ വേ ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ പ്രീഡിറ്റർമൈൻഡ് സെറ്റ് ഓഫ് വാല്യൂസ്. അതിൻ്റെ വാല്യൂസിനനുസരിച്ചിട്ടാണ്, പ്രീഡിറ്റർമൈൻഡ് സെറ്റ് ഓഫ് വാല്യൂസിനനുസരിച്ചാണ് അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഓരോ കാറ്റഗറി നോക്കാം. ഫസ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. എന്താണ്? ബേസ്ഡ് ഓൺ ദ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ. എന്തൊക്കെയാണ് അതിനനുസരിച്ചിട്ടുണ്ടാവുക? ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ടുള്ള നോക്കൂ, ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ പറഞ്ഞത്? അതാണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഇനി ഞാൻ ചുരുക്കി എഴുതാണ്, ആംപ്ലി എന്നൊക്കെ എഴുതുള്ളൂ ആംപ്ലിഫയറിന്. ഇനി എന്താണ് സെക്കൻഡ് എന്ന് പറയുന്നത്? കോമൺ കളക്ടർ. എന്താണ്? കോമൺ കളക്ടർ ആംപ്ലിഫയർ. ഇനിയോ കോമൺ ബേസ് ആംപ്ലിഫയർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഔട്ട്പുട്ട്. എന്താണ്? ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഏതാണ് എന്നതിനനുസരിച്ച്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? വോൾട്ടേജ് ആംപ്ലിഫയർ. ഓക്കെ, വോൾട്ടേജ് ആംപ്ലിഫയർ. നെക്സ്റ്റ് കറന്റ് ആംപ്ലിഫയർ. നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത് കറണ്ടിനെയാണ്. എന്താ ആംപ്ലിഫൈ ചെയ്യാന്ന് പറയാന്ന് വെച്ചാൽ ഒരു വീക്ക് സിഗ്നൽ കിട്ടിയാൽ, അതായത് സ്മോൾ സിഗ്നൽ കിട്ടിയാൽ അതിനെ സ്ട്രെങ്തൻ അല്ല വലിയ സിഗ്നലാക്കി മാറ്റുന്നതിനാണ് ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ കറണ്ടിനെയാണ് നമ്മൾ, ഒരു വീക്കായിട്ടുള്ള കറണ്ടിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് സ്ട്രെങ്ത് ആക്കുന്നതെങ്കിൽ അത് കറന്റ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് കറന്റ് ആണ്. നെക്സ്റ്റ് പവർ ആംപ്ലിഫയർ. പവറാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്? പവർ ആംപ്ലിഫയർ. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെങ്കിൽ പവർ ആണെങ്കിൽ, അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഇൻപുട്ട്. അടുത്ത ഏതാണ്? ബേസ്ഡ് ഓൺ ഇൻപുട്ട്. ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് എന്താണ്? ബേസ്ഡ് ഓൺ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണുള്ളത്? സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ, ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ, പിന്നെയോ ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചോളൂ. സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ, ലാർജ്.
ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. കോമൺ എമിറ്റർ, കോമൺ കളക്ടർ, കോമൺ ബേസ് ആംപ്ലിഫയേഴ്സ്. ഇനി ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്, എന്ത് ഔട്ട്പുട്ടാണ് ഈ ആംപ്ലിഫയർ തരുന്നത് എന്നനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് ആണ് തരുന്നതെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫയർ, കറണ്ട് ആണ് ഔട്ട്പുട്ടിലെങ്കിൽ കറണ്ട് ആംപ്ലിഫയർ, പവർ ആണ് ഔട്ട്പുട്ടിലെങ്കിൽ പവർ ആംപ്ലിഫയർ. ഇനി ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ചെറിയ സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. വലിയ സിഗ്നൽസ് ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതാണ് ലാർജ് സിഗ്നൽ ആംപ്ലിഫയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കപ്ലിംഗ്. എന്താണ്? നാലാമത്തതാണ് ബേസ്ഡ് ഓൺ കപ്ലിംഗ്. കപ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കപ്ലിംഗ്. ബേസ്ഡ് ഓൺ കപ്ലിംഗ്. കപ്ലിങ്ങിനെ ബേസ് ചെയ്തിട്ട് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ഫസ്റ്റ് ഓഫ് ഓൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ. എന്താണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ? ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും തമ്മിൽ കപ്പിൾ ചെയ്തുകൊണ്ട്, ഒന്നാവണമെന്നില്ല, റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിൽ കപ്പിൾ ചെയ്തുകൊണ്ട് ഉള്ള ആംപ്ലിഫയർ ആണ് എന്ത്? RC കപ്പിൾഡ് ആംപ്ലിഫയർ. ട്രാൻസ്ഫോമർ കപ്പിൾഡ്. അടുത്ത എന്താണ്? ട്രാൻസ്ഫോമർ കപ്പിൾഡ്. പിന്നെയോ ട്രാൻസ്ഫോമർ ആണ് കപ്ലിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. നെക്സ്റ്റ് കപ്ലിംഗ് ആണ് ഇംപിഡൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഇംപിഡൻസ് കപ്പിൾഡ്. അവിടെ കപ്ലിംഗ് ആയിട്ട് ഇംപിഡൻസ് വന്നു കഴിഞ്ഞാലാണ് കേട്ടോ ഇംപിഡൻസ് കപ്പിൾഡ് ആംപ്ലിഫയർ. അതിലൊന്നും കൂടി ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഡയറക്റ്റ് ആയിട്ട് കപ്ലിംഗ് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനിയുണ്ട് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി റെസ്പോൺസ്. ബേസ്ഡ് ഓൺ എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഫ്രീക്വൻസി റെസ്പോൺസ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്. ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ കേട്ടിട്ടില്ലേ? ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഇനിയോ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ നമ്മൾ ചുരുക്കി പറയും AF സിഗ്നൽസ് എന്ന്, അല്ലേ? AF ആംപ്ലിഫയർ ആണ്. ഇനി നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ നമ്മൾ IF സിഗ്നൽസ്, IF ആംപ്ലിഫയർ എന്ന് പറയും. നെക്സ്റ്റ് റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. അത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ഓക്കെ, ഈ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ നമ്മൾ എന്ത് പറയും? RF സിഗ്നൽസ്, RF ആംപ്ലിഫയർ എന്നൊക്കെ പറയും, അല്ലേ? റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. നെക്സ്റ്റ് ആണ് VHF. VHF ആൻഡ് UHF. What do you mean by VHF and UHF? Yes, VHF എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി. ഇതോ UHF എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി. വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ഇനിയുണ്ട് ക്ലാസിഫിക്കേഷനിൽ. ഇനി എന്താണ്? ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. എന്താണ്? നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് 6th. ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എന്താ? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് ഒരു പോർഷൻ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫീഡ്ബാക്ക് എന്ന് പറയും. അപ്പോൾ ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ആയിട്ട് നോക്കൂ. കറണ്ടിൻ്റെ കേസാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് 2 കറണ്ട്, നെക്സ്റ്റ് 2 വോൾട്ടേജ് ആണ്. ഈ കറണ്ടിനെ സീരീസ് ആയിട്ടും കൊടുക്കാം, പാരലലായിട്ടും കൊടുക്കാം. വോൾട്ടേജ് സീരീസ് ആയിട്ട് കൊടുക്കാം, പാരലലായിട്ട് കൊടുക്കാം. അതാണ് ഈ 4 വരുന്നത്. അതായത് ഫീഡ്ബാക്ക് കൊടുക്കുന്ന കേസാണ്. കറന്റ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. കറന്റ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. നെക്സ്റ്റ് കറന്റ് പാരലൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. കണ്ടോ എന്താ തമ്മിലുള്ള വ്യത്യാസം? ഫീഡ്ബാക്ക് എലമെന്റ് ഇതിൽ സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്, ഇതിൽ പാരലലായിട്ട് കൊടുക്കുന്നത്. കറന്റ് ഇവിടെയോ വോൾട്ടേജ്
സീരീസ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഇവിടെയോ വോൾട്ടേജ് എന്തായിരിക്കും പാരലൽ. വോൾട്ടേജ് പാരലൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഓക്കെ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് based on the biasing condition. ബയാസിങ് കണ്ടീഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ബയാസിങ് കണ്ടീഷൻ അനുസരിച്ച്? ഇതേപോലെ തന്നെ ബയാസിങ് അനുസരിച്ചിട്ട് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ABCD. എന്തൊക്കെയാണ് ബയാസിങ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. 1, ക്ലാസ് എ പവർ ആംപ്ലിഫയർ. ഓക്കെ, എന്താണ് ക്ലാസ് എ പവർ ആംപ്ലിഫയർ. നെക്സ്റ്റ് ക്ലാസ് ബി പവർ ആംപ്ലിഫയർ. അടുത്തതോ ക്ലാസ് എ ബി പവർ ആംപ്ലിഫയർ. നിങ്ങൾ സി പവർ ആംപ്ലിഫയർ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? അത് നെക്സ്റ്റ് ആണ്, ക്ലാസ് സി പവർ ആംപ്ലിഫയർ. ഓക്കെ, ബയാസിങ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ക്ലാസ് എ ആംപ്ലിഫയർ, ക്ലാസ് ബി ആംപ്ലിഫയർ, ക്ലാസ് സി ആംപ്ലിഫയർ, ക്ലാസ് എ ബി ആംപ്ലിഫയർ, ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ കൂടിയുണ്ട്. ദാറ്റ്സ് നോട്ട് മെൻഷൻ ഹിയർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആംപ്ലിഫയർ.